ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല, പക്ഷെ നമ്മൾ പല കഥകളും കേട്ടിട്ടുണ്ട്. നമ്മുടെ കുട്ടിക്കാലം തൊട്ട് നമ്മൾ പ്രേതത്തിനെ കുറിച്ചും യക്ഷിയെ കുറിച്ചും ഒക്കെ നമ്മൾ കേട്ടു വരുന്നതാണ്. പിന്നെ നമ്മൾ ഇപ്പോൾ എൻ്റെ വീട്ടിൻ്റെ അടുത്ത് ഞങ്ങളുടെ റിലേഷൻ പറഞ്ഞതാണ്, അവരുടെ വീട്ടിൻ്റെ അടുത്ത് ഒരു കുട്ടി ഒരു ദിവസം പെട്ടെന്ന് അവളുടെ അച്ഛൻ്റെ സൗണ്ടിൽ സംസാരിക്കാൻ തുടങ്ങി. അപ്പൊ അവര് പറഞ്ഞതുകൊണ്ട് നമ്മളത് വിശ്വസിക്കുന്നു, ബിക്കോസ് അവരത് കേട്ടു എന്നാ പറയുന്നത്. പിന്നെ അതേപോലെ നമ്മുടെ ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള വലിയ വലിയ ആൾക്കാർ ഇതിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. പല പല ഇൻസിഡൻസ് അവർ പറയുന്നുണ്ട്, പല കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പോ ഏതുണ്ടോ ഇല്ലയോ നമുക്കറിയില്ല, ഒരു വിശ്വാസമാണ്. എനിക്ക് അത്ര വിശ്വാസമൊന്നുമില്ല, പക്ഷെ എന്നാലും ചിലപ്പോൾ ചില സംശയങ്ങൾ. ഞാൻ ഈ സിനിമ എടുത്തതിന് ശേഷം എനിക്ക് ഒരുപാട് ഇൻസിഡൻസ് എന്തൊക്കെയോ ഫീൽ ചെയ്യാറുണ്ട് ശരിക്കും. ഇപ്പോ ഒരു ചെറിയ ഇങ്ങനെ ചെറിയ തടസ്സങ്ങൾ എന്ന് പറയില്ലേ, അങ്ങനെയുള്ള തടസ്സങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇപ്പൊ ഇന്നലെ ഗീതിക ട്രാവൽ ചെയ്ത് വരുമ്പോൾ ഗീതികയുടെ ടിക്കറ്റ് ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്നു. ഇന്ന് വരെയ്ക്ക് ഇല്ലാത്തൊരു സംഭവമാണ്. ഗീതിക അവിടെ ചെല്ലുമ്പോൾ അവർ പറയുന്നു നിങ്ങളുടെ ടിക്കറ്റ് ഇല്ല എന്ന്. പക്ഷെ ടിക്കറ്റിലെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. നിങ്ങളുടെ ടിക്കറ്റ് ഇന്നേക്കുള്ളതല്ല, ഇത് വേറൊരു ദിവസത്തേക്കുള്ളതാണ്. ഇങ്ങനെയുള്ള ഒരുപാട് തടസ്സങ്ങൾ. ഈ സിനിമ ഇന്ന് റിലീസ് ഇത് ആക്ച്വലി ഒരു 3 weeks to 4 weeks മുമ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ പ്ലാൻ ചെയ്തത്. പക്ഷെ UK ചെന്നിട്ട് എനിക്ക് എൻ്റെ വിസ മാറ്റാനുണ്ടായി. ഇത് ഞാൻ UK സിറ്റിസൺ അല്ല, റെസിഡന്റ് ആണ്. യൂഷ്വലി എനിക്ക് 20 ദിവസം കൊണ്ട് കിട്ടുന്ന വിസ 2.5 മാസം പിടിച്ചു. ഒരുപാട് തടസ്സങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഈ സിനിമയിൽ. അപ്പൊ എന്താണെന്ന് അറിയില്ല, അതിങ്ങനെ ഷൂട്ടിംഗ് സമയം തൊട്ടേ നമുക്ക് ഇങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ എന്തോ എനിക്കറിയില്ല, ഇങ്ങനത്തെ ഒരു സിനിമ എടുത്തോണ്ടാണ് അങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. എനിക്ക് മറ്റ് സിനിമകളിലൊന്നും സംഭവിച്ചിട്ടില്ല, ഇതിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ ഞങ്ങള് എല്ലാം കൊടുത്തപ്പോ സെൻസർ ചെയ്തതിന്റെ ഒരു കട്ട്സ് ഇവിടെ നമ്മള് ഇവിടുത്തെ മ്യൂട്ട് ചെയ്യണ്ടായിരുന്നു, അത് ഇല്ലാത്ത പ്രിന്റുകൾ കൊടുത്തു. ഇനിയിപ്പൊ അതിന്റെ പിന്നാലെ ഓടിയിട്ടുണ്ട്. ഇപ്പോ ഇതിങ്ങനെ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ സംഭവിക്കുന്നതിന് ഞാൻ അങ്ങനെ ഫീൽ ചെയ്യാറുണ്ട്. എന്താണ് എന്നൊക്കെ നമുക്ക് തോന്നാറുണ്ട്. മേബി ഇങ്ങനത്തെ ഒരു സിനിമ ചെയ്തോണ്ടാണോ, അതിന്റെ ഒരു ഫീലിംഗ് ആണ് കേട്ടോ. അതൊക്കെ സത്യമാണോ എന്താണെന്ന് നമുക്കറിയില്ല.